വെറും 4 ചേരുവ കൊണ്ട് ഒരു കിടിലൻ കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കി നോക്കിയാലോ. സ്റ്റാർട്ട് ചെയ്യാം. പാല്, പഞ്ചസാര, 4 മുട്ട, വാനില എസൻസ്. ഇത്രയും കയ്യിലുണ്ടോ? എന്നാൽ തുടങ്ങാം. ഒരു പാക്കറ്റ് പാലിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുക. മിക്സിയുടെ ജാറിലോട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ച് അതിലേക്ക് 5 ml വാനില എസൻസ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിശ്രിതം നേരത്തെ തിളപ്പിച്ച പാല് ആറിയതിനു ശേഷം അതിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക. ഇനിയാണ് നമ്മുടെ കാരമലിൻ്റെ പാട്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ട് ലേശം മാത്രം വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി അതിന് കാരമലൈസ്ഡ് ഫോമിലേക്ക് മാറ്റുക. ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ബട്ടറോ സൺഫ്ലവർ ഓയിലോ തേച്ചതിന് ശേഷം കാരമൽ അതിലേക്ക് ഒഴിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കാരമല് ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം നേരത്തെ വെച്ചിരിക്കുന്ന നമ്മളുടെ പാലും പഞ്ചസാരയും വാനില എസൻസും മുട്ടയും ചേർത്തിട്ടുള്ള മിശ്രിതം ഒഴിക്കുക. ഇനി ഇതിന് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ ഇഡ്ഡലി ചെമ്പിലൊരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. 25 to 30 minutes ആണ് ഇതിൻ്റെ ടൈം വരുന്നത്. അതിനുശേഷം വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നൈഫ് വെച്ചൊന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വന്നാൽ വെന്തു എന്നാണ് അർത്ഥം. ഇത് ചൂടാറിയതിന് ശേഷം 6 to 8 hours ഫ്രിഡ്ജിൽ ചിൽ ട്രേയിൽ വയ്ക്കുക. ഫ്രീസറിലല്ല വയ്ക്കേണ്ടത്. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് കമത്താണ് ചെയ്യേണ്ടത്. പിന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ കൂടിയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാരമൽ കസ്റ്റർഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. റിവ്യൂ നിങ്ങൾ തന്നെ കേട്ട് നോക്കിക്കോ. യമ്മി പാത്ത കാണുമ്പോ അറിയാം യമ്മിയാന്ന്. അനുട്ടി നോറ എങ്ങനെയുണ്ട്?